റൂബി, പറയൂ സർ. അത് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. നിനക്കത് മനസ്സിലായില്ലേ? നിനക്കും എന്നെ പ്രേമിച്ചുകൂടെ? ഇത് നോക്ക് സർ, ഞാൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എവിടെയാ ജനിച്ച് എവിടെയാ വളർന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. വാച്ച്മാൻ ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ടാ എനിക്കിവിടെ നല്ലൊരു ജോലി കിട്ടിയത്. ഈ ജോലി നഷ്ടപ്പെടുന്ന പോലെ ആക്കി തീർക്കരുതേ. എന്നോട് അല്പം കരുണ കാണിക്കണം. ഈ പ്രേമവും മണ്ണാങ്കട്ടയൊന്നും എനിക്ക് ശരിയാവില്ല. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ കാര്യം സാററിഞ്ഞാ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്നെ ആയിരിക്കും ജോലിന്ന് പറഞ്ഞയക്കുക. പ്ലീസ് സാറേ. എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്ന് വെച്ചാ എനിക്ക് ജീവനാ. നിനക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്കെന്നോട് ഒട്ടും സ്നേഹമില്ലേ? നീ ഒരു പെണ്ണും ഞാനൊരു പുരുഷനും അല്ലേ? നമുക്ക് കല്യാണം കഴിച്ചാലോ? നീ എന്തു പറയുന്നു? എന്നെ പ്രേമിച്ച് നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നിങ്ങളുടെ ജോലി നോക്ക്. ഏയ്, ഒന്ന് നിക്ക്. ഇവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവളെ വേറെ രീതിയിൽ ഡീൽ ചെയ്യണം. ആ, എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക. ഇനിയിപ്പൊ എല്ലാം ഞാൻ ക്ലീൻ ചെയ്യണ്ടേ? ഈ ബെഡ് എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നു? എന്താ ഇത്? ചെയിൻ ഇങ്ങനെ വലിച്ചിട്ടിരിക്കുന്നു. ഐ ലവ് യു, 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 ഐ ലവ് യു. എന്താ ഇത് ഐ ലവ് യു പറയുന്നുണ്ടല്ലോ? അതല്ല പറയുന്നത്, ഞാനാ പറയുന്നത്. എന്റെ മനസ്സാ പറയുന്നത്. നിനക്കത് മനസ്സിലാവുന്നില്ലേ? നീ എന്തിനാ എന്നിൽ നിന്നും അകലാൻ നോക്കുന്നേ? നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. പിന്നെ എന്തിനാ നീ എന്നിൽ നിന്നും അകലാൻ നോക്കുന്നേ? ഇത് നോക്കിയേ, എത്രയോ പെൺകുട്ടികൾ എന്നെ സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കുക. പക്ഷെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്. അത് നിനക്ക് എന്താ മനസ്സിലാവാത്തെ? വേറെ ഒന്നുകൊണ്ടുമല്ല, നിങ്ങളെങ്ങാനും എന്നെ പറ്റിച്ചാലോന്ന് കരുതിയിട്ടാ. ഞാൻ അത്തരത്തിലൊരാളല്ല. നിനക്കെന്നെ വിശ്വസിക്കാം. ജീവിത അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയല്ല സാറേ, ഞാൻ പാവപ്പെട്ടവളാ. എന്നെ നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ, സത്യമായിട്ട് ഞാൻ പ്രേമിക്കുന്നു. ഡാർലിംഗ്, എന്താ ചെയ്യുന്നത് ഡാർലിംഗ്? ഏയ്, മാറി നിക്ക്. ആരാ നീ? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? നീ ആരാ? ഈ വീട്ടിലെ വേലക്കാരി. ഞാനാരാ? ഇവിടുത്തെ മുതലാളി. നമ്മുടെ ഇടയിലെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ പ്രേമോന്ന് പറഞ്ഞിട്ട്? ഞാൻ വാങ്ങിച്ചെന്ന് ചെയിൻ നീ സ്വീകരിച്ചു. ഞാൻ എന്റെ ആഗ്രഹവും തീർത്തു. പകരത്തിന് പകരം. നമുക്കിടയിൽ എങ്ങനെയാ പ്രേമം ഉണ്ടാവുന്നേ? ആവശ്യമില്ലാതെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നീ പോയി നിന്റെ പണി നോക്ക്. എന്റെ ചേട്ടനെങ്ങാനും ഇത് അറിഞ്ഞാ പിന്നെ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. ഗെറ്റ് ലോസ്റ്റ്. ഇങ്ങോട്ട് വന്നേ. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? നീ എപ്പോ പോകുന്നു, എപ്പോ വരുന്നു? നീ എന്താ ചെയ്യുന്നത് നിനക്കറിയോ? എന്തു പറ്റി ചേട്ടാ? എന്താ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നേ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? റൂബി, പറഞ്ഞോളൂ സാറേ. നിന്നോടല്ല, ഇവൻ പറയട്ടെ. പറടാ, ഈ പെണ്ണിന്റെ ജീവിതം വെച്ചാണോ നീ കളിച്ചോണ്ടിരിക്കുന്നേ? നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? വെളിയിൽ എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ നിനക്ക്? എന്റെ അഭിമാനം കളയാനാണോ പരിപാടി നിന്റെ? എന്തിനാണ് നീ ഇത്രയും വൃത്തിയുടെ രീതിയിൽ പോന്നേ? ഇത് നമ്മുടെ ഒരു ജോലിക്കാരിയല്ലേ?
അവളുടെ ജീവിതം വെച്ചാണോ നീ കളിക്കുന്നേ? വലിയ ന്യായമെല്ലാം പറയുന്നു പറയുന്നു. അവളെങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ ജയിലിൽ ഇരുന്നേനെ. നിന്റെ ജീവിതം മുഴുവൻ പോയേനെ. അതുപോലും മനസ്സിലായില്ലേ നിനക്ക്? ഇപ്പൊ ഈ പെണ്ണിന്റെ അടുത്ത് സോറി പറയടാ. സോറി. ചെല്, അവളുടെ കാല് പിടിച്ചു പറ. റൂബി എന്നോട് ക്ഷമിക്കണം. അയ്യോ വേണ്ടെന്നേ, സാരമില്ല, വേണ്ട. കണ്ടോടാ നീ? കല്യാണം കഴിക്കാന്ന് പറടാ. ഇല്ലെന്നേ, അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. കണ്ടോ, നിനക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കാവള്. ഇപ്പോഴെങ്കിലും ഒന്ന് നന്നായി കൂടെ നിനക്ക്. ഒരു നല്ല മനുഷ്യനായിട്ട് മാറി ആ പെണ്ണിന്റെ കയ്യിൽ താലി കെട്ടാൻ നോക്ക്. ഞാൻ സത്യമായിട്ടും പറയാണ് റൂബി, ചേട്ടൻ പറഞ്ഞതുകൊണ്ടല്ല. എനിക്കെന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി. ഇനി ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിക്കില്ല. നീ തന്നെയാണ് എൻ്റെ ഭാര്യ. ഐ ലവ് യു.